അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾക്ക് രക്ഷകനായി ഇരുലോകത്തും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ഉണ്ടോ? അങ്ങനെ ആർക്കും സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ രക്ഷിക്കും. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലഭിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ദുനിയാവിൽ മാത്രമല്ല, അങ്ങ് ആഖിറത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമാകുന്ന റെക്കമെൻഡ് നമുക്കുണ്ടാകും, അവിടുത്തെ മുഹിബ്ബീങ്ങൾക്കുണ്ടാകും. അള്ളാഹു തആല നമ്മളൊക്കെ അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു ഹദീസിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. എന്താണത്? അന ഫറത്തുക്കും അലൽ ഹൗൽ, ഞാൻ ഹൗലിൻ്റെ അടുത്ത് നിങ്ങളെയും കാത്തിരിക്കാൻ. ഫമൻ വറദഉ ശരിബ മിൻഹു, ഹൗലിൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും അതിൽ നിന്നൊരു വെള്ളം കുടിച്ചാൽ ലം യൽമ ബഅദഹു അബദ, പിന്നെ അവർക്ക് ക്ഷീണമുണ്ടാകില്ല, ദാഹമുണ്ടാവില്ല. ഈ ഹദീസ് അങ്ങനെ പോയിട്ട് അതിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക. അഥവാ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് ലഭിക്കുകയില്ല, ഒരു വിഭാഗം ആളുകൾക്ക് ഹൗലുൽ കൗസറിന് വെള്ളം കൊടുക്കുകയില്ല, അവിടുത്തെ ഹൗലുൽ കൗസർ ലഭിക്കുകയില്ല. ആ വിഭാഗം ആരാണ്? ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക, നബി അങ്ങയുടെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ചവർ, ഇസ്ലാമിനെ മാറ്റിമറിച്ചവരുണ്ട്, അവരെക്കുറിച്ച് അങ്ങേക്കറിയില്ല നബിയേ. ഇത് കേട്ടപ്പോൾ ഫഅഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പറയും അപ്പോൾ സഹ്കൻ സഹ്ക സുഹ്കൻ സുഹ്ക, മാറി നിൽക്കൂ, അവരെ ഒഴിവാക്കൂ എന്ന് പറയൂ. ആരോടാ പറയാ? ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം ദീനിനെ അട്ടിമറിച്ചവർ മാറി നിൽക്കൂ, അവർക്ക് ഹൗലുൽ കൗസറിന് വെള്ളം ലഭിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാകണം. വഹാബിയായാൽ, ബിദ്അത്തുകാരനായാൽ, ജമാഅത്തെ ഇസ്ലാമിയായാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് വിരോധമുള്ളവനായാൽ, അവിടുത്തെ മൗലിദിൻ്റെ മജ്ലിസ് നടക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നവന്, പ്രതിഷേധം നടത്തിയവനായി എഴുന്നേറ്റ് പോകുന്നവനായാൽ, അങ്ങനെയുള്ളവർക്ക് ഷഫാഅത്ത് ലഭിക്കൂല. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു റെക്കമെൻഡും ലഭിക്കൂല, അവിടുത്തെ ഹൗലുൽ കൗസർ ലഭിക്കൂല. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണത്, ഞാൻ വെറുതെ പറയില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന എന്ത് ചെയ്തോ, നബി തങ്ങളോടൊരു സ്നേഹം ഉണ്ടായി എന്ത് ചെയ്തോ അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല സ്നേഹം ഹൃദയത്തിൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.